എല്ലാ ദിവസവും വൈകുന്നേരം അദ്ദേഹം നടന്ന് വടിയൊക്കെ ഊന്നിയാണെങ്കിലും ദർശനത്തിന് വരുവാൻ വടിയൊന്നുമില്ല നിത്യപൂജകൾ ഡെയിലി കമ്പം കുത്തി വരുന്ന കാണുമായിരുന്നു. തീർന്നില്ലേ? ആ വീട്ടുകാർ തന്നെ തീർത്ത് വിട്ടില്ലേ? നമ്മളൊന്നും അല്ല, വീട്ടുകാർ തന്നെ തന്നത് എനിക്ക്. നീ ആവശ്യമില്ലാതെ കിട്ടുന്ന ഗ്യാപ്പിൽ എല്ലായിടത്തും ചെന്ന് കയറരുത്, നാണം കെടും. ഇതുപോലെ നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ സമാധി അണഞ്ഞ ഗോപൻ സ്വാമിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതുമായി ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ കുറച്ച് മണിക്കൂറുകൾക്ക് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ആ ഒരു വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് മനോരമയുടെ വെബ്സൈറ്റിൽ രാവിലെ വന്ന ഈ ഒരു പോസ്റ്റ്മോർട്ടത്തിന്റെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് അവരെഴുതിയിട്ട ഒരു റൈറ്റപ്പ് വെച്ചിട്ടായിരുന്നു ഞാൻ വീഡിയോ ചെയ്തത്. ഞാൻ ആ വീഡിയോ ചെയ്ത് അപ്ലോഡൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ നോക്കുമ്പോൾ ഗോപൻ സ്വാമിയുടെ പ്രിയ പത്നിയും ഗോപൻ സ്വാമിയുടെ പ്രിയ പുത്രന്മാരും കൂടെ, പിന്നെ വേറെ 2 ചേട്ടന്മാരും ഉണ്ട്. ഒന്ന് മറ്റേ ഹിന്ദു ഐക്യവേദിയുടെ ഏതോ ഒരു ടീമും, പിന്നെ അപ്പുറം വേറൊരു ചേട്ടൻ ഇരിക്കുന്നുണ്ട്. ആരാണോ കിട്ടിയ ഗ്യാപ്പിൽ കയറിയിരുന്ന് ഷൈനിങ്, അത്രേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ കുറച്ച് പേരെല്ലാവരും ഇവിടെ വന്നിരുന്ന് മാധ്യമങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയുന്നത് കേട്ടു. അപ്പൊ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ എടുത്ത് വെച്ചിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ എടുത്ത് വെച്ചിട്ടാണ് ഇവർ സംസാരിക്കുന്നത്. അപ്പൊ എന്താണെങ്കിലും ഓപ്പോസിറ്റ് നിന്ന് നല്ല കൂരമ്പുകൾ ചെയ്യാൻ ആരും ഇല്ലാഞ്ഞത് കൊണ്ട് അവർ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞങ്ങ് പോയടേ. ഇപ്പറേ നിന്ന് മറ്റേ മുക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ചായിരുന്നെങ്കിൽ അപ്പുറം ഇരുന്ന് 4-5 കൂടെ ഇരുന്ന് വേർത്തേനെ. അപ്പൊ എന്താണെങ്കിലും ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയാനല്ല ഈ വന്നിരിക്കുന്നത്. അപ്പൊ ഇവർ ഈ മാധ്യമങ്ങളോട് പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേട്ടപ്പോ 5 കൂടെ ഒന്ന് ഊക്കി വിടണം എന്ന് ഞാൻ അങ്ങ് തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ ഞാൻ തുടക്കത്തിൽ ഒരു കാര്യം അങ്ങ് പറഞ്ഞേക്കാം. ഇത് സീരിയസ് ആയിട്ടുള്ള ഒരു വീഡിയോ ഒന്നുമല്ല. സീരിയസ് ആയിട്ട് ഈ വിഷയത്തിൽ സംസാരിക്കാൻ എനിക്ക് വയ്യ. നേരെ മറിച്ച് ഗോപൻ സ്വാമിയുടെ പ്രിയ പത്നി, ഗോപൻ സ്വാമിയുടെ പ്രിയ 2 പുത്രന്മാർ, അതോടൊപ്പം തന്നെ ഒരു കാര്യവും ഇല്ലാതെ അവിടെ വന്നിരുന്നിട്ട് ഓണ പറഞ്ഞ് മറ്റേ ചാനലിലൊക്കെ പടം വരാൻ വേണ്ടിയിട്ടിരിക്കുന്ന 2 ചേട്ടന്മാര്, ഇവരെ എല്ലാത്തിനെയും കൂടെ എടുത്തിട്ടൊന്ന് വറക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു. അപ്പൊ ഈ ഒരു വറവല് കാണാൻ താല്പര്യമുള്ളവർ മാത്രം ഈ ഒരു വീഡിയോ കണ്ടാൽ മതി, അല്ലാതെ പ്രത്യേകിച്ച് സീരിയസ് ആയിട്ടൊന്നുമില്ല. വറവല് കാണാൻ താല്പര്യം ഇല്ലാത്തവരുത് ഇപ്പൊ തന്നെ വീഡിയോ നിർത്തിക്കോ പോക്കോ. കാരണം സീരിയസ് ആയിട്ടൊന്നും ഇല്ല പറയാൻ. എന്ത് പറയാനാ ഞാൻ? ഗോപൻ സ്വാമി എല്ലാവരും കൂടെ തല്ലിക്കൊന്നയാന്ന് പറയണോ ഞാൻ? എനിക്ക് വയ്യ. അറിയാത്ത കാര്യമൊക്കെ പറഞ്ഞ് അകത്ത് പോ, ഞാൻ പറയത്തില്ല. വേണമെങ്കിൽ പറയാം. എവിടെയൊക്കെയോ സംശയം ഉണ്ടല്ലോടെ. എന്തൊക്കെയാടെ ഈ 5 കൂടെ വന്നിരുന്ന് മാധ്യമങ്ങളുടെ ഫ്രണ്ടിൽ കൊണ പറയുന്നത്? ഒന്നും ഒരു കണക്റ്റഡ് അല്ലല്ലോ എന്നൊക്കെ വേണമെങ്കിൽ ഞാൻ പറയാം. അത് പറയാൻ വേണ്ടി നമുക്ക് ഈ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു തുടങ്ങിയാലാ? വാ പോര്. ഇവരുടെ ഉപജീവന മാർഗമെന്നാണ് എല്ലാ ചാനലിലൂടെയൊക്കെ ഇപ്പൊ പറയുന്നത്. പക്ഷെ അവരുടെ ഭക്തി മാർഗത്തിന് മാത്രമാണ് ഇത് ഉപയോഗിക്കുന്നത്. അവരുടെ ഉപജീവന മാർഗം ഇനി ആദ്യം അവർ 2 പശു ഉണ്ടായിരുന്നു. ഈ സാമ്പത്തിക ക്ലാശത്തിൽ അത് വിറ്റു. ഇനി അവർക്ക് ജീവിക്കുന്നതിന് വേണ്ടി 2 പശു നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വാങ്ങിക്കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് അവരുടെ ഉപജീവന മാർഗം. എന്റെ മോനെ ഇറങ്ങിയിട്ടുണ്ട്. 2 പശുവിനെ കൊണ്ടാണ് ഇറങ്ങിയിരിക്കുന്നത് ഗോപൻ സ്വാമിക്ക് കൊടുക്കാൻ. കൊള്ളാം. അല്ല, എന്റെ ഒരു സംശയമേ, കേന്ദ്രമന്ത്രി ചെയ്യുന്നത് വളരെ 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 നല്ലൊരു കാര്യം. പക്ഷേ ഇപ്പൊ ഈ ചേട്ടൻ പറയുന്നത് സംഗതി എന്താ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇപ്പൊ കുറെ പേര് പറയുന്നുണ്ട്, നമ്മളാണെങ്കിലും പറയുവടേ. അതായത് ഈ ഒരു ഗോപൻ സ്വാമിയുടെ സമാധിയൊക്കെ വെച്ച് ഈ കുടുംബം കാച്ചുണ്ടാക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. അവിടെ മറ്റേ ആൾക്കാരെയൊക്കെ കൊണ്ടുവരിക, എന്താണ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ്, മറ്റേ തീർത്ഥാടന കേന്ദ്രം മാറിപ്പോയി. അപ്പൊ തീർത്ഥാടന കേന്ദ്രമായി മാറ്റാനുള്ള ആ ഒരു പരിപാടിയൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ അതിനുവേണ്ടി ഒരു പശുവിനെയൊക്കെ ഈ സമാധി പരിപാടിക്ക് അന്ന് നടത്തിയ സമയത്ത് ഒരു പശുവിനെയൊക്കെ വിറ്റവര്, അവർക്ക് 3 നേരം തിന്നാനുള്ള അതിനകത്ത് നിന്നാണ് കിട്ടുന്നത്. അത് വിറ്റ് ഇവർ ഈ പരിപാടിയൊക്കെ ചെയ്തെങ്കിൽ വെറുതെയാണ്. നമ്മൾ ആരെങ്കിലും അങ്ങനെ ചെയ്യുമോ? അല്ല, നിങ്ങൾ പറ താഴെ കമന്റ് ബോക്സിൽ. നമുക്ക് ഉപജീവന മാർഗം അതിതാണ്. അത് വെച്ചിട്ട് സമാധി ഉണ്ടാക്കാനായിട്ട് അത്രയും വലിയ പൊട്ടന്മാരാണോടെ ഇന്നത്തെ കേരളത്തിലെ ജനങ്ങള്? എനിക്കറിയാൻ പാടില്ല കേട്ടോ. ചിലപ്പോൾ കാണും ഒരുപാട് മറ്റേ വിശ്വാസം അങ്ങനെയുള്ള പരിപാടികൾ ഒരുപാട് അമിതമായിട്ട് അങ്ങോട്ട് പോയി വീഴുന്നവര് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ മണ്ടത്തരം കാണിച്ചേക്കും. അപ്പൊ എന്തു ആയിക്കോട്ടെ, അവരപ്പോ അവരുടെ ഒരു നിത്യ ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സാധനമായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രിയപ്പെട്ട കേന്ദ്രമന്ത്രി അവരുടെ നിത്യ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ വേണ്ടി 2 പശുക്കളെ മേടിച്ചു കൊടുക്കുന്നു. നല്ല കാര്യം. പക്ഷെ എൻ്റെ ഒരു സംശയം, ഇവരുടെ കുലത്തൊഴിൽ എന്ന് പറയുന്നത് വല്ല കക്കൂസ് ദേവല് വല്ലതും ആയിരുന്നെങ്കിൽ നമ്മുടെ കേന്ദ്രമന്ത്രി എന്ത് ചെയ്തേനെ? ഇതിപ്പോ പശുവിനെ വിറ്റ് മറ്റേ പശുവിന്റെ പാലൊക്കെ വിറ്റാണ് അവർ ജീവിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് പശുവിനെ മേടിച്ചു കൊടുക്കുന്നത്. പക്ഷെ ഇവര് ഈ കക്കൂസ് കോരി മറ്റേ അതായിരുന്നെങ്കിൽ കേന്ദ്രമന്ത്രി എന്ത് ചെയ്തേനെ? കേന്ദ്രമന്ത്രി വലഞ്ഞു പോയേനേല്ലോ, കുറച്ച് ഭയങ്കരമായിട്ട് വലഞ്ഞു പോയേനേല്ലോ.
അപ്പൊ അതൊക്കെ അങ്ങോട്ട് പോട്ടെ, നമുക്ക് ബാക്കി കാണാം. അദ്ദേഹം സമാധിയായിരുന്നു. നടന്നു വരുന്നത് എല്ലാ ദിവസവും നടന്ന് ഈ കോവിൽ വരുമായിരുന്നല്ലോ. എല്ലാ ദിവസവും വൈകുന്നേരം അദ്ദേഹം നടന്ന് വടിയൊക്കെ ഊന്നിയാണെങ്കിലും ദർശനത്തിന് വരുമായിരുന്നു. വടിയൊന്നുമില്ല. നിത്യപൂജകൾക്കായിട്ട് അച്ഛൻ ക്ഷേത്രത്തിന്റെ നിത്യപൂജകൾ അച്ഛന്റെ പൂജയെപ്പറ്റി നമുക്ക് കേക്കടാ മോനെ. അപ്പുറം ഇരുന്ന ചേട്ടന്റെ അണ്ണാക്കി പിരി വെട്ടിപ്പോയി. സംഗതി മനസ്സിലായോ? ആ ചേട്ടൻ അവിടെ ഇരുന്ന് പറഞ്ഞത് എന്താ നിങ്ങൾ കേട്ടോ? ഗോപൻ സ്വാമി ഡെയിലി വൈകുന്നേരം ഈവനിങ് വാക്കിന് ഇറങ്ങുമായിരുന്നു. മറ്റേ കമ്പൊക്കെ കുത്തി, ഈവനിങ് വാക്കിനെന്ന് ഞാനങ്ങ് പറഞ്ഞതാ, അമ്പലത്തിൽ പോകാൻ വേണ്ടി കമ്പൊക്കെ കുത്തി വരുമായിരുന്നെന്നാ ആ ചേട്ടൻ കണ്ടത്. ആ ചേട്ടൻ എന്തോ കാണുന്ന ഡെയിലി കണ്ടിട്ടുണ്ട് പുള്ളി. ആ ഒരു മോഡിലാ പുള്ളി പറയുന്നത്. ഗോപൻ സ്വാമി ഡെയിലി കമ്പൊക്കെ കുത്തി പോകുമായിരുന്നു എന്നുള്ളൊരു മോഡി പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുക ഇയാൾ ഡെയിലി കാണുന്നുണ്ടായിരുന്നു ഗോപൻ സ്വാമിയെ. തൊട്ടപ്പുറം അപ്പൊ തന്നെ അമ്മയും മകനും എല്ലാരും കൂടെ, ഞങ്ങളുടെ അച്ഛൻ കമ്പൊന്നും കുത്തിയിട്ടില്ല, ഞങ്ങളുടെ അച്ഛൻ കമ്പൊന്നും കുത്തിയിട്ടില്ല. എന്താണ് അച്ഛൻ ഡെയിലി വന്ന് മറ്റേ പരിപാടിയൊക്കെ നടത്തിയിട്ട് പൂജയൊക്കെ നടത്തിയിട്ട് അച്ഛൻ പോകുമായിരുന്നു, കമ്പൊന്നും കുത്തത്തില്ല. ആരായി ഊഷ? ആരായി അവിടെ ഊഷ? സഹായിക്കാൻ വന്നിരുന്ന പാവം ആ ചേട്ടൻ പുള്ളി തീർന്ന്, പുള്ളിയുടെ വെടി തീർന്ന് അവിടെ ആണ്. അതാണ് പാവപ്പെട്ടവനെ ഒരു ചെറിയ ചിരിയൊക്കെ ചിരിച്ച്, അയ്യോ ആരും കണ്ടില്ലല്ലോ അല്ലേ, നാണം കെടിച്ചല്ലേ എന്നെ, ആരും എടുത്തൊന്നും മിണ്ടല്ലേ എന്നൊക്കെ പാവം മിണ്ടിയിട്ട് അവിടെ പറഞ്ഞിട്ട് അവിടെ ഇരിപ്പുണ്ട്. എന്താണെങ്കിലും തീർന്ന്. അണ്ണാ ഈ ചേട്ടനെ പോലുള്ള ആൾക്കാരോടാ ഒരു സ്പേസ് കിട്ടുമ്പോ അവിടെ കയറി മുഖം കാണിച്ചൊന്ന് ഗ്ലാമറൊക്കെ കാണിച്ചൊന്ന് സെറ്റായി വീട്ടുകാരിയോടൊക്കെ പറയാം, ഞാൻ ന്യൂസ് ചാനലൊക്കെ വന്നു എന്നൊക്കെ പറയാനുള്ള മൂടൊക്കെ കൊള്ളാം ചേട്ടാ. പക്ഷെ എന്നും കരുതി വായി വരുന്ന എന്തും എടുത്ത് അങ്ങോട്ട് പുറത്തേക്ക് അടിക്കരുത്. ചേട്ടൻ ഇപ്പൊ അടിച്ച കണക്ക് മനസ്സിലായില്ലേ? കമ്പും കുത്തി വരുന്ന കണ്ടെന്ന്. താൻ ആരാടോ അയാൾ കമ്പും കുത്തി വരുന്ന കാണാൻ? താൻ അയാളുടെ കക്കുത്തിലോട്ട് നോക്കിയിരിക്കുവായിരുന്നു. അല്ല അയാൾ സമാധി ഇരിക്കുന്ന സ്ഥലവും അല്ലെങ്കിൽ അയാൾ ഡെയിലി അമ്പലത്തിൽ പോകുന്നത് നോക്കിയിരിക്കുവായിരുന്നു ചേട്ടൻ. ഡെയിലി കമ്പും കുത്തി വരുന്ന കാണുമായിരുന്നു. തീർന്നില്ലേ? ആ വീട്ടുകാർ തന്നെ തീർത്ത് വിട്ടില്ലേ? നമ്മളൊന്നും അല്ല, വീട്ടുകാർ തന്നെ തന്നത് എനിക്ക്. ഇനി ആവശ്യമില്ലാതെ കിട്ടുന്ന ഗ്യാപ്പിൽ എല്ലായിടത്തും ചെന്ന് കയറരുത്, നാണം കെടും. ഇതുപോലെ വേണ്ടി അച്ഛൻ പൂജകളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് സമാധിയിലേക്ക് എത്തുന്നത്. ആരോഗ്യത്തിന് ഒരു കുറവില്ല. കാരണം കൃത്യമായിട്ട് ഭക്ഷണാഹാരം, മരുന്ന് ഇതെല്ലാം കറക്റ്റാ. ആരോഗ്യം നല്ല, കിടരോഗിയുടെ ഒരു ശരീരപുഷ്ടിയും ഒരു കുറവില്ല. എന്ന് വെച്ചാൽ അവർക്ക് അതിന്റേതായ പ്രായം അനുസരിച്ചുള്ള കാഴ്ചക്കുറവ്, പ്രായം അനുസരിച്ചുള്ള കാഴ്ചക്കുറവ് മാത്രമേ ഉള്ളൂ. അമ്മേ, താങ്കളുടെ ഭർത്താവിനുണ്ടായിരുന്നതല്ല, അറിയാൻ പാടില്ല. ഇന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോ അങ്ങനെയൊന്നും അല്ലല്ലോ അതിനകത്ത് എഴുതിയിരിക്കുന്നത്. പുള്ളിക്ക് കുറെ പ്രശ്നങ്ങളുണ്ടെന്നായിരുന്നല്ലോ എഴുതിയിരിക്കുന്നത്. പക്ഷെ അമ്മച്ചി പറയുന്നത് കാഴ്ചക്കുറവ്, അന്ന് തൊട്ടേ പറയുന്നതാ കാഴ്ചക്കുറവ് മാത്രമേ ഉള്ളൂ, കാഴ്ചക്കുറവ് മാത്രമേ ഉള്ളൂ എന്ന്. അപ്പൊ ഈ പോസ്റ്റ്മോർട്ടത്തിനകത്ത് വന്നേക്ക കള്ളത്തരമായിരുന്നു അമ്മച്ചി. ഇന്ന് പോസ്റ്റ്മോർട്ടം വന്ന അതിനകത്ത് എഴുതി വെച്ചേക്കുന്നൊക്കെ കള്ളത്തരമാണെന്നാണ് നിങ്ങൾ പറയുന്നത്. അങ്ങനെ കള്ളത്തരമാണെങ്കിൽ വേറെ കുറെ കാര്യങ്ങളും കൂടെ കള്ളത്തരമായിരിക്കും. ഒരു സ്വാഭാവിക മരണമായിരിക്കില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞല്ല, അത് സമ്മതിക്കുക നിങ്ങൾ? അതിനകത്ത് സ്വാഭാവിക മരണമെന്നല്ല ഇപ്പൊ എഴുതിയിരിക്കുന്നത്. അവിടെ ഇവിടെയൊക്കെ മറ്റേ പൊളിഞ്ഞും കിളിഞ്ഞും ഒക്കെ ഇരിപ്പുണ്ട് പുള്ളിയുടെ, അതൊക്കെ തപ്പി വരുമ്പോ പിടിക്കാം, അതൊക്കെ ഇരിക്കട്ടെ. പക്ഷെ സ്വാഭാവിക മരണം എന്ന് എഴുതി വെച്ചേക്കുന്നതും ചിലപ്പോൾ കള്ളമാണെന്ന് നമുക്കങ്ങ് പറയാം. കാരണം അതിനകത്ത് അസുഖങ്ങളുണ്ടെന്ന് എഴുതി വെച്ചേക്കുന്നു. അത് പുള്ളിക്കൊരു കുഴപ്പമില്ല, പുള്ളി ഫുൾ ഫ്രീക്ക് ഔട്ട് മനുഷ്യൻ, ആകെ കണ്ണിന് ഇച്ചിരി കാഴ്ചക്കുറവ്. എന്താണ് അമ്മച്ചി? എന്താ അമ്മച്ചി? സ്വന്തം ഭർത്താവിന് എന്തൊക്കെ അസുഖങ്ങളാ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല, പോട്ടെ, നിങ്ങൾ നോക്കി കാണത്തില്ല, പോട്ടെ. പക്ഷെ അതൊന്നും ഒറ്റ ഇല്ല, പുള്ളി ഫുൾ ഫ്രീക്ക് ഔട്ട് മനുഷ്യൻ, 3 നേരം ആഹാരമൊക്കെ കഴിച്ച് ചിൽബോയാണ് എന്നൊക്കെ ഇരുന്ന് പറയല്ലേ എന്റെ പൊന്നമ്മച്ചി. ഒരിക്കലും ഇല്ല, ഒരിക്കലും ഒരു കൊതു കടിക്കാൻ ഞങ്ങൾ അനുവദിച്ചിട്ട്. അത്ര നല്ല രീതിയിലാണ്. ദിവസം കുളിക്കുന്ന ആളാണ്, ദിവസം കുളിക്കുന്ന ആളാണ്. അത് ഈ പണ്ട് ഇങ്ങനെ എന്തോ ഇവിടെ തട്ടി ചെറിയ ഒരു തഴമ്പാണത്, മുറിവല്ല. അത് എന്തോ ഈ ഒരിക്കലും ഇല്ല. ഭഗവാന്റെ മുമ്പ് ഞങ്ങൾക്ക് ഒരു കള്ളം പറയേണ്ട ആവശ്യമില്ല. കാരണം തഴമ്പാണ് കേട്ടാ, തഴമ്പ്, മുറിവല്ല. അത് മുറിവല്ല. പണ്ട് എന്താണ് ഈ അമ്മച്ചി പറയുന്നത്? കൊതുകുത്താൻ ഞങ്ങൾ സമ്മതിച്ചിട്ടില്ല, ഞങ്ങൾ അങ്ങനെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഡെയിലി കുളിക്കുമായിരുന്നു. ഡെയിലി കുളിക്കുമെന്ന് പറഞ്ഞിട്ട് കൊതുകുത്തത്തില്ലെന്ന് അമ്മച്ചിയോട് ആരാ പറഞ്ഞത്? അല്ല, എനിക്കറിയാൻ പാടില്ലേ? കുളിച്ച് സെറ്റപ്പായിട്ട് വന്നിരിക്കുക, ഞാൻ വീഡിയോ എടുക്കാൻ ഇരിക്കുന്നതിന് ഇവിടൊക്കെ കിടന്ന് കറങ്ങുന്നുണ്ട് കൊതുക്. കുത്തത്തില്ലേ? കുത്തും അമ്മച്ചി, കുത്തും. കുളിച്ചാലും കുത്തും. അമ്മച്ചി ദൈവത്തെ ഓർത്ത് ഇങ്ങനെ ഒന്നും ഇരുന്ന് പറയില്ല. പ്രായത്തിന്റെ ആയിരിക്കും അമ്മച്ചിക്ക്, ഞാൻ ആ ഒരു റെസ്പെക്ട് കൊടുക്കുന്നുണ്ട്. പാവം അമ്മ, ആ അമ്മയുടെ പ്രായത്തിന്റെ ആയിരിക്കും. പക്ഷെ എന്റെ പൊന്നു മക്കളെ, അപ്പുറം ഇപ്പുറം ഇരിക്കുന്ന ചേട്ടന്മാരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. ഓക്കെ, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. ഇല്ലാതെ വെറുതെ ഇങ്ങനെ വന്നിരുന്ന് അമ്മയെ മാത്രമല്ല പറഞ്ഞ് മനസ്സിലാക്കണ്ടേ, കിട്ടിയ ഗ്യാപ്പിൽ മറ്റേ കഥ പറഞ്ഞ് ഫേസ് കാണിക്കാൻ വന്ന് ഇപ്പറേ ഇരിക്കുന്ന ചേട്ടനുണ്ടല്ലോ, നാണം കെട്ടുപോയ ചേട്ടൻ,
ആ ചേട്ടനോട് കൂടി ഒന്ന് കുറെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി. ഓക്കെ, ഇല്ലെങ്കിൽ ഇനിയും നിന്ന് നാറും പുഴുങ്ങും. പുഴുങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പുഴുങ്ങി ഒഴുങ്ങി കിഴുങ്ങി പോവും. ഓക്കെ, എനിക്ക് ഇത്രയൊക്കെ ഉള്ളു പറയാൻ, കൂടുതലൊന്നും പറയാനില്ല. ഇത്രയൊക്കെ മതിയടേ, വയ്യ, ഒരുപാടൊന്നും പൂക്ക് പറ്റുന്നില്ല. എന്താന്ന് എനിക്ക് അറിയാൻ പാടില്ല. എന്താണെങ്കിലും നിങ്ങൾ എല്ലാവരും അങ്ങോട്ട് സ്റ്റേ ട്യൂൺഡ്, സ്റ്റേ വിയേർഡ്. ഓക്കെ.